ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ തേങ്ങാപ്പീരയിൽ നിന്ന് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം കാണിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ കാണിക്കുന്നത് നമ്മൾ ഡെയിലി മലയാളികളെല്ലാവരും തേങ്ങ ഉപയോഗിക്കുന്നവരാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കുന്നതിനകത്തുനിന്ന് ഒരു കുറച്ച് അല്പം മാത്രം പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തതിന് ശേഷം നമുക്ക് ആ പാലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഡെയിലി നമ്മൾ എടുക്കുന്ന അനുസരിച്ച് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങാപ്പീര നമ്മുടെ കറിക്ക് ആവശ്യമായിട്ട് എടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഡെയിലി സൂക്ഷിക്കുന്ന കുറച്ച് കളക്ട് ചെയ്തായി കഴിയുമ്പോഴത്തേക്കിന് ആ പാലിൽ നിന്ന് നമ്മൾ അടുപ്പേ വെച്ച് അത് വെന്ത് ഉരുക്കിയെടുക്കുന്നതാണ് ഉരുക്ക് വെളിച്ചെണ്ണ. അത് നമുക്ക് ഡെയിലി തലേ തേക്കുന്നവർക്ക് ആ ഉരുക്ക് വെളിച്ചെണ്ണ ഡെയിലി തേക്കുന്നവർക്ക് ഡെയിലിയും തേക്കാം. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് അവർക്ക് ദേഹത്തൊക്കെ തേച്ച് കുളിപ്പിച്ചാൽ നല്ല കളറും കിട്ടും. ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം വിപണിയിലൊക്കെ കിട്ടുന്ന ഒത്തിരി മായം ചേർത്ത വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഡെയിലി എടുക്കുന്ന ആ തേങ്ങാപ്പാൽ വെച്ചിട്ട് ആഴ്ച ഒരിക്കലാണേലും ഉരുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെളിച്ചെണ്ണയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനാവശ്യമായിട്ട് ഞാൻ ഇന്ന് കുറച്ച് തേങ്ങാപ്പീര ചിരണ്ടി എടുത്തതാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം ഞാൻ വീട്ടിലേക്ക് ആവശ്യമായ തേങ്ങ ചിരണ്ടി വെച്ചിരുന്ന് അതിൽ നിന്ന് ഞാൻ അല്പം എടുത്ത് പാല് പിഴിഞ്ഞതാണ് ഇത്. ഈ പാല് നമ്മൾ ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോഴത്തേന് കരിഞ്ഞു പോകരുത്. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ വെള്ളം പറ്റി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അത് നമ്മൾ ഒരു കുപ്പിക്കകത്ത് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് പറ്റിച്ച് നമുക്കതിൻ്റെ വെളിച്ചെണ്ണ എടുക്കാം. ഇപ്പം നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്കാണല്ലോ നമ്മൾ ഇത് ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പ് വെച്ചേക്കുന്നത്. അത് അടുപ്പ് വെച്ച് ഞാൻ തീ കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ആ ഫ്ലെയിമിൽ കിടന്ന് അത് പതുക്കെ തിളച്ച് വരട്ടെ. ഹലോ കൂട്ടുകാരെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ എണ്ണ, ഈ തേങ്ങാപ്പാൽ അത് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് തിളച്ച് അത് പറ്റി വരട്ടെ. ഹലോ, നമ്മുടെ ഈ എണ്ണ അത് നന്നായിട്ട് വറ്റി, ഒത്തിരി കഴിഞ്ഞിട്ടൊന്നുമില്ല, വറ്റി അത് ഊർന്ന് വന്ന പാകമാണ് ഈ കാണുന്നത്. അതിനുശേഷം നമുക്ക് അതൊരു നല്ല പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് മാറ്റാം. ഈ എണ്ണ നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും നമുക്കും എല്ലാം തേച്ച് കുളിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. ഓക്കെ.